പലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മൈം ഷോ അവതരിപ്പിച്ചതിന്റെ പേരിൽ സ്കൂൾ കലോത്സവം നിർത്തിവെച്ചതിൽ നടപടിക്ക് സാധ്യത. പരിപാടിക്കിടെ കർട്ടൻ താഴ്ത്തിയ കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ ഉൾപ്പെടെ 2 പേർക്കെതിരെയാണ് നടപടിയുണ്ടാവുക. KV ബൈജു നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് ചേരുകയാണ്. ബൈജു, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമാണ്. സൈബർ ഇടങ്ങളിലടക്കം വലിയ സജീവമായ ചർച്ച ഈ വിഷയത്തിൽ നടക്കുന്നുമുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അപലപനീയമായ നടപടിയാണ്, നടപടി ഉണ്ടാകുമെന്നുള്ളൊരു സൂചന അടക്കം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. എന്തായാലും അന്വേഷണം നടത്തുമെന്ന് അദ്ദേഹം ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. എന്താണ് സാഹചര്യം? അതെ അറിയ, വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളെ വൈകിട്ട് 6 മണിയോട് കൂടി ഈ ഒരു മൈം അവതരിപ്പിച്ചത്. അതായത് പലസ്തീനിൽ ഈ കുട്ടികൾ, അതായത് അവിടുത്തെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ദുരിതം, അതായിരുന്നു പ്രമേയം. ഈ സംഭവം, ഈ മൈം അവതരിപ്പിക്കുന്നതിനിടയിലാണ് ഫ്രീ പലസ്തീൻ എന്ന ഒരു പ്ലക്കാർഡുമായി ഒരു വിദ്യാർത്ഥി വന്നത്. അതോടുകൂടി ഈ 2 അധ്യാപകർ ഈ കർട്ടൻ താഴ്ത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഈ കലോത്സവം നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. ഇതോടുകൂടിയാണ് ഈ കുട്ടികൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അതോടൊപ്പം MSFും KSUവും SFIയും ഇത്തരത്തിൽ വലിയ പ്രതിഷേധവുമായി സ്കൂളിലേക്ക് വരുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി. ഈ ഇന്നലെ യോഗമുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കാൻ. ആ യോഗത്തിനിടെയാണ് ഈ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായത്. പ്രതിഷേധത്തോടുകൂടി ഈ യോഗം നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ വിഷയത്തിൽ ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ തിങ്കളാഴ്ചയോടുകൂടി നടത്താനാണ് ഏകദേശം ധാരണയായിട്ടുള്ളത്. അതോടൊപ്പം ഇതിൽ അന്വേഷണവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. 2 അധ്യാപകർക്കെതിരെയാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. ഇത്തരത്തിൽ കർട്ടൻ താഴ്ത്തി എന്ന ഒരു കാരണത്താൽ. മാത്രമല്ല, ഇതേ മൈം വീണ്ടും ഈ സ്കൂളിൽ അവതരിപ്പിക്കാനുള്ള ഒരു അനുമതി ഈ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ ഈ മൈം യൂത്ത് ഫെസ്റ്റിവൽ പുനരാരംഭിക്കും. അതോടൊപ്പം ഈ മൈം ഇവിടെ അവതരിപ്പിക്കും. എന്തായാലും ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. ഇന്നലെ ഈ സ്കൂളിലേക്ക് വലിയ തോതിൽ പ്രതിഷേധമുണ്ടായി. അതിനിടയിൽ തന്നെ ഈ പെൺകുട്ടികളെ ഉൾപ്പെടെ പോലീസ് ലാത്തിചാർജ് ചെയ്ത് ഇത്തരത്തിൽ മർദ്ദിച്ചു എന്ന ഒരു ആക്ഷേപം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയങ്ങളെല്ലാം ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിക്കുന്നുണ്ട്. മന്ത്രി V ശിവൻകുട്ടി ഈ വിഷയം നേരിട്ട് ഇടപെടുകയായിരുന്നു. അദ്ദേഹം യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടയുന്ന നടപടി ഉണ്ടാകില്ല. ഈ കുട്ടികൾക്ക് അദ്ദേഹം ഒറ്റയ്ക്കെടുത്തൊരു തീരുമാനം എന്നുള്ള നിലയിലാണോ, അല്ലെങ്കിൽ അധ്യാപകർ എല്ലാവരും കൂട്ടമായി എടുത്ത ഒരു തീരുമാനം എന്നുള്ള നിലയിലാണോ ഈ കർട്ടൻ താഴ്ത്തിയത്? ഈ സ്കൂളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം, ഈ കുട്ടികൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ആ രീതിയിൽ വളരെ പ്രധാനം, ഈ കുട്ടികൾ വളരെ മാന്യമായാണ് ഈ കാര്യത്തിൽ ഇടപെട്ടത്. അതായത് ഈ കർട്ടൻ താഴ്ത്തിയ അധ്യാപകന്റെ പേര് പോലും അവർ പറയാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞത്. കാരണം ഏതെങ്കിലും തരത്തിൽ അയാളെ ഇത്തരത്തിൽ പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് അവർ കടന്നിട്ടില്ല. ഇതുവരെ അധ്യാപകരുടെ പേര് പോലും അവർ പറയാൻ തയ്യാറായിട്ടില്ല. അവർ പറയുന്നത് തങ്ങൾക്ക് ഈ മൈം വീണ്ടും അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാവണം. അതോടൊപ്പം ഈ യൂത്ത് ഫെസ്റ്റിവൽ പുനരാരംഭിക്കാനുള്ള, എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് മാത്രമാണ്. ഇതിൽ സ്കൂൾ അധികൃതർ പറയുന്നത് എന്താണ് അവിടെ നടന്നതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും ഉണ്ടായിട്ടില്ല എന്നാണ്. ഈ കർട്ടൻ പരിപാടി നടക്കുന്നതിനിടെ പെട്ടെന്ന് താഴ്ത്ത ഒരു സാഹചര്യമായിട്ട് അത് ദൃശ്യങ്ങളിലൊക്കെ കാണാം. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു നടപടി അധ്യാപകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന കാര്യത്തിലൊന്നും ഇവർക്കൊരു ധാരണയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും ഇത് സംബന്ധിച്ച അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ഈ മൈം ഈ പരിപാടി അവതരിപ്പിക്കുന്നതിനിടയിൽ കർട്ടൻ താഴ്ത്തുന്ന ഒരു സാഹചര്യമാണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന ഒരു അധ്യാപകന്റെ ഒരു നടപടി എന്ന് മാത്രമാണ് ഈ സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത്. അതായത് സ്കൂളിന് യാതൊരു തരത്തിൽ ഈ മൈം തടസ്സപ്പെടുത്തുന്നതിനോ മറ്റോ ബന്ധമില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. അതേസമയം വലിയ ഈ അച്ചടക്ക പ്രശ്നമുണ്ടായപ്പോഴാണ് സ്കൂൾ കലോത്സവം നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായതാണ് സ്കൂൾ അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത്. ഏതായാലും AKM അഷ്റഫ് MLA ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച ഈ കലോത്സവം വീണ്ടും നടത്താൻ തന്നെയാണ് തീരുമാനമായിട്ടുള്ളത്. PTI അടിയന്തര യോഗവും ഇന്നലെ ചേരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാലും പ്രതിഷേധം ഒരു വഴിക്ക് ഉണ്ടാകുമ്പോൾ ഈ കലോത്സവം വീണ്ടും നടത്താനും ഈ പ്രശ്നം പരിഹരിക്കാനുമുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതിൽ കൃത്യമായൊരു വിശദീകരണം ഇപ്പോഴും ലഭ്യമല്ല. അവർക്ക് എന്താണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ച് വലിയ വ്യക്തതയില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. അവരുടെ അറിവോടുകൂടിയല്ല ഈ മൈം ഷോ തടസ്സപ്പെടുത്തിയെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇതൊരു അധ്യാപകന്റെ മാത്രം ഒരു ഉത്തരവാദിത്തത്തിലാണ് നടപടിയായിരുന്നു ഇത്തരത്തിൽ എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതെല്ലാം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുള്ള അന്വേഷണത്തിൽ തെളിയും. മാത്രമല്ല ഈ 2 അധ്യാപകർക്കെതിരെ നടപടിയെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇടപെടൽ
വരുന്നുണ്ട്, വളരെ ശക്തമായ ഇടപെടൽ വരുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി തന്നെ തുടക്കത്തിലെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്, ഈ കുട്ടികൾക്ക് ഈ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ മീം ഷോ തടസ്സപ്പെട്ടതിനാൽ അത് വീണ്ടും നടത്താൻ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം ഒരുക്കും. അപ്പോൾ കലോത്സവം ഇനി വീണ്ടും തിങ്കളാഴ്ച നടത്താനുള്ള തീരുമാനത്തിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത്.